യെസ്, നിരവധി യാത്രക്കാരാണ് രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ ഇതുപോലെ കുടുങ്ങിക്കിടക്കുന്നത്. ഡൽഹിയിൽ നിന്ന് PR അരവിന്ദും, നെടുമ്പാശ്ശേരിയിൽ നിന്ന് സിജോ വർഗീസും, കരിപ്പൂരിൽ നിന്ന് യൂനുസും ചേരുന്നുണ്ട്. ആദ്യം അരവിന്ദിലേക്ക്. അരവിന്ദ്, കഴിഞ്ഞ ദിവസം ഈ പ്രതിസന്ധി അവസാനിക്കൂ എന്നുള്ള തോന്നലുണ്ടാക്കിയിരുന്നു. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ വന്നിരുന്നു. പക്ഷേ അത് അസ്ഥാനത്തായിരിക്കുകയാണ്. കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കപ്പെടുന്നു, യാത്രക്കാർ ദുരിതത്തിലാവുകയും ചെയ്യുന്നു. എന്താണ് രാജ്യത്ത് മൊത്തത്തിലുള്ള വിമാനത്താവളങ്ങളിലുള്ള ഒരു അവസ്ഥ? വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് വിമാനത്താവളത്തിലെ യാത്രക്കാർ തുടരുന്നത്. കഴിഞ്ഞ ദിവസം ഏകദേശം 1000-ഓളം വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു. സമാനമായ നിലയിലേക്ക് തന്നെയാണ് ഇന്നും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിമാന സർവീസുകൾ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് ഡൽഹി വിമാനത്താവളത്തിലാണ്. 106-ലധികം വിമാന സർവീസുകൾ ഇൻഡിഗോ ഇതിനോടൊപ്പം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. അഹമ്മദാബാദിൽ 69 വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ഹൈദരാബാദിലും അതുപോലെ തന്നെ മറ്റ് വിമാനത്താവളങ്ങളിലും സമാനമായ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇൻഡിഗോ അടക്കം വ്യക്തമാക്കിയത് ഈ മാസം 15ഓടുകൂടി പൂർണ്ണ സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ പഴയ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ്. പക്ഷേ ഇന്ന് വിമാന സർവീസുകൾ അല്പം കൂടി പുരോഗതി ഉണ്ടാകും, കഴിഞ്ഞ അവസ്ഥയിൽ നിന്ന് അല്പം കൂടി പുരോഗതി ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അത്തരമൊരു സാഹചര്യത്തിലേക്കൊന്നും ഇപ്പോൾ കാര്യങ്ങൾ പോയിട്ടില്ല. കാരണം DGC അടക്കം കഴിഞ്ഞ ദിവസം നിയന്ത്രണങ്ങൾക്ക് ഇളവ് നൽകിയിരുന്നു. അത് ഭാഗികമായി ഇൻഡിഗോയ്ക്ക് മാത്രമാണ് ഇളവ് നൽകിയത്. പക്ഷേ ഇളവ് നൽകിയിട്ട് പോലും കൃത്യമായ ഒരു ഏകോപനത്തിന്റെ കുറവ് ഇപ്പോഴും വിമാനത്താവളങ്ങളിൽ കാണുന്നുണ്ട്. എല്ലാ വിമാനത്താവളങ്ങളിലും വലിയ തിരക്കാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. അത് ഒരു വിമാനം ഡൽഹി മാത്രമല്ല, അസമിലും അതുപോലെ തന്നെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും വിമാനത്താവളങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. യാത്രക്കാരടക്കം വലിയ പരാതികളാണ് ഉന്നയിക്കുന്നത്. കാരണം കൃത്യമായ ഇടപെടൽ ഇൻഡിഗോയുടെ ഭാഗത്തുണ്ടാകുന്നില്ല. വിമാനങ്ങൾ റദ്ദാക്കുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നില്ല അടക്കമുള്ള പരാതികൾ ഉയർത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഇൻഡിഗോയ്ക്ക് ഇത്തരം ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ മറ്റ് വിമാന കമ്പനികൾ നടത്തുന്ന കൊള്ളയാണ്. വലിയ രീതിയിലുള്ള വിമാന നിരക്ക് വർധനയാണ് ഇപ്പോൾ മറ്റ് വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് പരിശോധിച്ചാൽ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഏറ്റവും കുറഞ്ഞ വിമാന ടിക്കറ്റ് നിരക്കെന്ന് പറയുന്നത് 30,000-ന് മുകളിലാണ്. അതും 21 മണിക്കൂർ ആണ് ഈ വിമാനത്തിന്റെ സമയം എന്ന് പറയുന്നത്. സാധാരണ 3 മണിക്കൂർ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എടുക്കുന്ന വിമാനത്തിന് 6,000-7,000 രൂപയാണ് സാധാരണ നിലയിൽ ഒരു ടിക്കറ്റ് ചാർജ് വരുന്നത്. അത് 30,000-ന് മുകളിലാണ്. അതേസമയം കൊച്ചിയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് 40,000-ന് മുകളിലാണ്. എന്തായാലും വലിയ വിമർശനവും അതുപോലെ തന്നെ പ്രതിഷേധവുമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അല്പസമയം മുമ്പാണ് ഈ വിഷയത്തിൽ ജോൺ ബ്രിട്ടാസ് MP പ്രതികരിച്ചത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ആകാശ കൊള്ളയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിമാന കമ്പനികളും കേന്ദ്ര സർക്കാരും ഒത്തുകളിക്കുന്നു എന്ന് തന്നെ ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുകയാണ്. അരവിന്ദ്, ഈ രണ്ട് കാര്യങ്ങളിലും, അതായത് ഈ യാത്രക്കാർ ഇപ്പോൾ നേരിട്ടിരിക്കുന്ന പ്രതിസന്ധി അവസാനിക്കുന്നതിന് വേണ്ടിയുള്ള എന്ത് നിർദ്ദേശമാണ് വിമാനത്താവളങ്ങളിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്? അതോടൊപ്പം തന്നെ ഈ മറ്റ് വിമാന കമ്പനികളുടെ ഈ കൊള്ള അവസാനിപ്പിക്കാനുള്ള എന്ത് നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്? വിമാന ടിക്കറ്റ് നിരക്കുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഇടപെടലും ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളടക്കം ഇത്തരത്തിൽ കൊള്ള പാടില്ല എന്നതായിരുന്നു കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ വിമാന ടിക്കറ്റ് നിരക്കുകൾ ഇപ്പോഴും ഉയർന്നു തന്നെ കിടക്കുന്നു. കഴിഞ്ഞ ദിവസം 1 ലക്ഷത്തോട് അടുപ്പിച്ചായിരുന്നു വിമാന ടിക്കറ്റ് നിരക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 30,000, 40,000 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ വിമാന ടിക്കറ്റ് നിരക്കുള്ളത്. പക്ഷേ ഇത് കുറയ്ക്കുവാനോ കൂടുതൽ വിമാന സർവീസുകൾ, മറ്റ് വിമാന കമ്പനികളുടെ സർവീസുകൾ കൂടുതൽ അനുവദിക്കുവാനോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകുന്നില്ല. റെയിൽവേ അടക്കം ഇതിനോടൊപ്പം തന്നെ അധിക സർവീസുകൾ നടത്തുന്നുവെന്ന് മാത്രമാണ് ഇപ്പോൾ പറയുവാൻ സാധിക്കുന്നത്. അതേസമയം വിമാനത്താവള അധികൃതർ യാത്രക്കാർക്ക് നിർദ്ദേശം നൽകുകയാണ്. പഴയ സ്ഥിതിയിലേക്ക് എത്തുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൃത്യമായി വിമാനങ്ങളുടെ തൽസ്ഥിതി അടക്കം പരിശോധിച്ച ശേഷം മാത്രം വിമാനത്താവളങ്ങളിലേക്ക് എത്തുമെന്നതാണ് യാത്രക്കാർക്ക് നൽകുന്ന നിർദ്ദേശം. അതേസമയം ഇതിനോടൊപ്പം തന്നെ യാത്രക്കാർ നിരവധി പേർ വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായി കുടുങ്ങിക്കിടക്കുന്നു. ഇവർക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നില്ല എന്ന പ്രതിഷേധവും അതുപോലെ തന്നെ വിമർശനവും യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് തുടരുകയാണ്. ഏതായാലും ഫ്ലൈറ്റ് സ്റ്റാറ്റസ് നോക്കി മാത്രം യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പോവുക എന്നുള്ളതാണ് വിമാനത്താവളങ്ങളിൽ നിന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് സിജോ വർഗീസ് കൂടി ചേരുകയാണ്. സിജോ, കേരളത്തിലേക്കും ഈ പ്രതിസന്ധി വളരെ രൂക്ഷമായി ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മിക്ക വിമാനത്താവളങ്ങളിലും ഇതേ അവസ്ഥ ഉണ്ട്. നെടുമ്പാശ്ശേരിയിലെ നിലവിലെ അവസ്ഥ എന്താണ്? ഒരുപാട് യാത്രക്കാർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? നൗഫൽ സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ സ്റ്റാറ്റസ് നോക്കി മാത്രം യാത്രക്കാർ എത്തുക എന്നുള്ളത് പ്രധാനമായും പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും യാത്രക്കാർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. അതായത് ഈ ഫ്ലൈറ്റ് ഡിലേ എന്നാണ് കാണിക്കുന്നത്. മുടങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ പകരം സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിവരങ്ങൾ ഇൻഡിഗോ പങ്കുവെക്കുന്നില്ല എന്നുള്ളതാണ് യാത്രക്കാരെ പ്രധാനമായിട്ടും പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം. ഇന്നലെ വൈകിട്ട് മുതൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽ ഇന്ന് രാവിലെയൊക്കെ ഇവിടെ എത്തിയിരിക്കുന്ന ആളുകൾ, നിരവധി വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ട ആളുകൾ, അവർ പ്രധാനമായും കണക്ഷൻ ഫ്ലൈറ്റ്
ഫ്ലൈറ്റുകൾ കിട്ടേണ്ട ആളുകളാണ്. അത് മുടങ്ങി അവിടെ നിന്ന് മറ്റു ഫ്ലൈറ്റുകളിൽ യാത്ര തുടരേണ്ട ആളുകളാണ്. അക്കാര്യത്തിൽ വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ശബരിമല തീർത്ഥാടകരടക്കമുള്ള ആളുകളുണ്ട്, രോഗികളുണ്ട്, പ്രായമായവരുണ്ട്, കുട്ടികളുണ്ട്, അങ്ങനെ നിരവധി ആളുകളുണ്ട്. പക്ഷേ ഇവരൊക്കെ ഇവിടെ വന്ന് അടുത്തൊരു ഫ്ലൈറ്റ് പകരം സംവിധാനം ഒരുക്കും എന്ന് പറയുന്നുണ്ട്. പകരം സംവിധാനങ്ങൾ ഒരുക്കുന്നോ എപ്പോഴാണ് എങ്ങനെ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പ്രതിസന്ധി നിൽക്കുന്നു. ഇവിടെ വരുമ്പോഴാണ് പലപ്പോഴും പലരും അറിയുന്നത് ഈ ഫ്ലൈറ്റ് മുടങ്ങി എന്നുള്ള കേസ് തന്നെ. അപ്പോൾ അത്തരത്തിൽ ആളുകൾ ഇവിടെ ഉള്ളപ്പോൾ അവർക്ക് പകരം യാത്രാ സൗകര്യങ്ങൾ അല്ലെങ്കിൽ താമസിക്കാനുള്ള സൗകര്യം, ഭക്ഷണം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഇതെല്ലാം തന്നെ ഒരുക്കേണ്ടതുണ്ട്. പ്രധാനമായും റാസൽ ഖൈമ, അബുദാബി, റായ്പൂർ, ഹൈദരാബാദ്, ബാംഗ്ലൂരു, അഹമ്മദാബാദ്, ചെന്നൈ, ലക്നൗ, ഡൽഹി, മുംബൈ സർവീസുകളാണ് റദ്ദാക്കിയത്. കൂടുതൽ വിമാനങ്ങൾ അത് വൈകാനുള്ള ഒരു സാധ്യത കൂടി കാണുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി ഉണ്ട്. വിദേശ മലയാളികൾ അടക്കമുള്ള ആളുകളുണ്ട്, ഹൃദ്രോഗികളായിട്ടുള്ള ആളുകൾ അടക്കമുണ്ട്. അല്പസമയം മുമ്പാണ് നമ്മളോട് ഒരു ഹൃദ്രോഗിയായിട്ടുള്ള വിദേശ മലയാളി മാർഗരറ്റ് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ പല ആളുകളുടെ പ്രതികരണം നമ്മൾ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാം പറയുന്നൊരു കാര്യം ഈ ഡിലേ ആണ് എന്ന് പറയുന്നതല്ലാതെ ഈ പകരം സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള മറുപടി പറയുന്നില്ല. ഒപ്പം തന്നെ ചില സാങ്കേതിക കാരണങ്ങളാണ് ഇവർ കൂടുതലായും ഉന്നയിക്കുന്നത്. അത് യാത്രക്കാർക്ക് പരിഹരിക്കാവുന്ന ഒരു കാര്യവുമല്ല. പരിഹരിക്കേണ്ടത് വിമാന കമ്പനികളും ഒപ്പം തന്നെ ഇൻഡിഗോ ഉൾപ്പെടെയുള്ള പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടിയാണ് മിക്ക ആളുകളും വിമാനത്തെ ആശ്രയിക്കുന്നത്. പക്ഷേ അത് അനന്തമായി നീണ്ടുപോവുകയാണ്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയ സിജോ വർഗീസ്. കരിപ്പൂരിലെ വിവരങ്ങളുമായി യൂനുസ് കൂടി ചേരുന്നുണ്ട്. യൂനുസ്, കരിപ്പൂരിൽ നിന്ന് എത്ര വിമാനങ്ങളാണ് റദ്ദാക്കിയത്? ഏതെങ്കിലും വിമാനം അതിന് പകരം സംവിധാനമായി ഏർപ്പെടുത്തിയിട്ടുണ്ടോ? നൗഫൽ, കരിപ്പൂരിൽ നിന്ന് 10 മണിക്കുള്ള ഹൈദരാബാദിലേക്കുള്ള ഇൻഡിഗോ വിമാനമാണ് ഇപ്പോൾ റദ്ദാക്കിയതായി നമുക്ക് വിവരം ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ദുബായ്, ദമാം, ജിദ്ദ എന്നിവിടങ്ങളിലേക്കുള്ള വിമാനം വൈകുമെന്നും ഇപ്പോൾ ഇൻഡിഗോ അധികൃതർ ഇപ്പോൾ ഒരു മുന്നറിയിപ്പ്, ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും വലിയൊരു പ്രതിസന്ധി യാത്രക്കാരടക്കം പറയുന്നത് ഈ എയർപോർട്ടിൽ എത്തിയതിനു ശേഷമാണ് തങ്ങളുടെ വിമാനം വൈകിയതെന്നും തങ്ങൾ അറിയുന്നത്. വിമാനം മുടങ്ങിയതും ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത് എന്നാണ് ഇപ്പോൾ യാത്രക്കാർ പറയുന്നത്. ഇൻഡിഗോ അധികൃതർ വ്യക്തമായ ഉത്തരം നൽകുന്നില്ല എന്നാണ് ഇപ്പോൾ യാത്രക്കാർ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം വലിയ യാത്രാ പ്രതിസന്ധി ഇവിടെ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളടക്കം ഈ മണിക്കൂറുകളോ 15 മണിക്കൂറിലധികം ഈ എയർപോർട്ടിൽ തങ്ങുന്ന ഒരു സാഹചര്യം ഏതായാലും ഉണ്ടായിരുന്നു. ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും വിമാനത്താവളത്തിൽ തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ വൈകുന്ന, പ്രത്യേകിച്ച് സൗദിയിലേക്കും UAE-യിലേക്കൊക്കെ പോകുന്ന യാത്രക്കാരോട് പറയുന്നത് കുറച്ച് വൈകും, കൃത്യമായ ഒരു സമയം പറയുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ്, ഒരു കാര്യമാണ് ഇപ്പോൾ യാത്രക്കാർ പറയുന്നത്. കൃത്യമായ സമയം എപ്പോഴാണ് വിമാനം പോകുന്ന ഒരു സമയം വൈകുമെന്ന് മാത്രമാണ് ഇപ്പോൾ ഇവരോട് പറയുന്നത് എന്നാണ് ഇപ്പോൾ യാത്രക്കാർ പറയുന്നത്. കൃത്യമായ ഒരു സമയം പറയുന്നില്ല. ഇപ്പോൾ സൗദിയിലേക്കും അതോടൊപ്പം UAE-യിലേക്കും പോകുന്ന വിമാനങ്ങൾ ഇപ്പോൾ വൈകുമെന്ന് ഇപ്പോൾ ഇവർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഹൈദരാബാദിലേക്കുള്ള ഇൻഡിഗോ വിമാനമാണ് ഇപ്പോൾ ഇവർ ഈ ഒരു റദ്ദാക്കി എന്നുള്ള കാര്യം അധികൃതർ അറിയിക്കുന്നത്. ഏതായാലും നൂറുകണക്കിന് വിദ്യാർത്ഥികളും അതോടൊപ്പം യാത്രക്കാരും സ്ത്രീകളും കുട്ടികളടക്കം ഇപ്പോൾ വിമാനത്താവളത്തിൽ തുടരുകയാണ്. എപ്പോഴാണ് യാത്ര പോകാൻ കഴിയുക എന്നുള്ളതാണ് ഇപ്പോഴും ഇവർ പറയുന്നത്. ഏതായാലും വലിയൊരു പ്രതിസന്ധിയായി യാത്രക്കാർ പറയുന്നത് ഈ ഒരു പ്രതിസന്ധി മറികടക്കണം. ഇപ്പോഴും ടിക്കറ്റ് വിൽപ്പന തുടരുന്നു. ഈ പ്രതിസന്ധി ഉണ്ടായപ്പോഴും ഇപ്പോഴും ഈ ടിക്കറ്റ് വിൽപ്പന തുടരുന്നത് വലിയ പ്രതിസന്ധി രൂക്ഷമാക്കുമെന്നാണ് ഇപ്പോൾ യാത്രക്കാരടക്കം പറയുന്നത്. നൗഫൽ.